لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن يعص الله ورسوله ويتعد حدوده يدخله نارا خالدا فيها وله عذاب مهين. ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കൃത്യത പുലർത്തി സൂക്ഷ്മത പാലിച്ച് തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളും തീരുമാനങ്ങളുമാണ് നമ്മുടെ ഈ ലോകത്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുന്ന ഓരോ മുഅ്മിനിനും അള്ളാഹുവിൽ നിന്നും ഖൈർ പ്രതീക്ഷിക്കുകയും അവനിൽ നിന്ന് നമുക്ക് നേരിടുന്ന പരീക്ഷണങ്ങളെ ക്ഷമയോടുകൂടി നേരിടാനും പ്രാർത്ഥനയോടുകൂടി അതിനെ പ്രതിഫലമാക്കാനും സാധിക്കുമെന്നുള്ളതാണ്. ആ നിലക്കാണ് ഈ സാഹചര്യത്തെയൊക്കെ നമ്മൾ നേരിട്ട് മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കുക എന്നതും നമ്മുടെ ജീവിതത്തെ നന്നാക്കുക എന്നതും നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാവുക എന്നതും മരണസമയത്ത് പാപമുക്തരായി കളങ്കമറ്റ നല്ല വിശ്വാസികളായി മുഅ്മിനുകളായി നല്ല മുസ്ലിങ്ങളായി അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഭാഗ്യം ലഭിക്കുക എന്നതുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ദുനിയാവിലെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് ആവശ്യമായ മാറ്റങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക എന്നതാണ് എല്ലാ ആഴ്ചകളിലും ഉത്ബോധിപ്പിക്കുന്നത് പോലെ തന്നെ പ്രത്യേകിച്ചും ഇന്നും ഓർമ്മിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സതുദ്ദേശങ്ങളെ സഫലമാക്കുകയും നമ്മുടെ ജീവിതാവസാനം പ്രത്യേകിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരുകയും ചെയ്യുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബികളുടെ കൂടെ ഇരിക്കുമ്പോൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, മയ്യൗഖുദു മിൻ ഉമ്മത്തി ഖംസ ഹിസാലി ഫയഅമലു ബിഹിന്ന ഔ യുഅല്ലിമുഹുന്ന മയ്യഅമലു ബിഹിന്ന. റസൂലുള്ള ചോദിച്ചു, ഞാനൊരു 5 കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ആ 5 കാര്യങ്ങൾ അത് പ്രകാരം പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരാരുണ്ട്? പ്രവർത്തിക്കുക എന്നത് മാത്രമല്ല, അത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ 5 കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുവാനും തയ്യാറുള്ളവർ ആരുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയുണ്ടായി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, റസൂലേ ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. റസൂലുള്ളാഹിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചിട്ട് റസൂലുള്ള അദ്ദേഹത്തിന് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഒന്നാമതായി സൂചിപ്പിച്ചത് ഇത്തഖിൽ മഹാരിമ
തകുൻ അഅ്ബുദന്നാസ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. നീ ഹറാമുകളെ സൂക്ഷിക്കുക, നിനക്ക് മുഅ്മിനുകൾ മനുഷ്യരുടെ കൂട്ടത്തിൽ നല്ല ആബിദായി അള്ളാഹുവിനോട് ഏറ്റവും നല്ല ഒരു അടിമയായി നിനക്ക് മാറാൻ കഴിയും എന്ന് റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ഹറാമുകളെ സൂക്ഷിക്കുക എന്ന വലിയൊരു പാഠമാണ് ഒന്നാമതായി അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഹറാമുകൾ, മഹാരിമുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച ചെറുതും വലുതുമായ എല്ലാം അതിൽപ്പെട്ടു. തെറ്റുകുറ്റങ്ങളൊക്കെ ഈ ഹറാമുകളുടെ കൂട്ടത്തിൽപ്പെട്ടു എന്ന് നമുക്കറിയാലോ. സൂറത്തുൽ ആറാഫിലെ 33-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖുൽ ഇന്നമാ ഹറമ റബ്ബി അൽ ഫവാഹിഷ മാ വഹറ മിൻഹാ വമാ ബതൻ. റസൂലുള്ളാഹിനോട് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു, ഹറമ റബ്ബി, എൻ്റെ റബ്ബ് വിരോധിച്ച ഹറാമാക്കിയ ഫവാഹിഷുകൾ, മ്ലേച്ഛ പ്രവർത്തികൾ, അതെങ്ങനെയൊക്കെ ഉണ്ടാവാം? രഹസ്യമായതുകൊണ്ടാവാം, പരസ്യമായതുകൊണ്ടാവാം എന്നുള്ള. പരസ്യമായ മ്ലേച്ഛ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ നമ്മളൊന്നും ഭാഗവാക്കാവില്ല, നമുക്കറിയാം അതൊരു വലിയ മോശമാണ്. ആളുകൾക്കിടയിൽ ചിലപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തെ മോശമായി ചിത്രീകരിക്കാൻ കാരണമാവും. എന്നാൽ അവിടെ നടക്കുന്ന അതേ തിന്മ നമ്മുടെ സ്വകാര്യമായ ജീവിതത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിലോ അള്ളാഹു കാണുന്നുണ്ട് എന്ന ഓർമ്മ നമുക്ക് നഷ്ടപ്പെടുന്നതുകൊണ്ടാണത്. അപ്പോൾ ഈ ഹറാമുകൾ, രഹസ്യവും പരസ്യവുമായുള്ള ഹറാമുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നീചവൃത്തികളായി, മ്ലേച്ഛ പ്രവർത്തനങ്ങളായി പരിചയപ്പെടുത്തുന്നുണ്ട്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, വൽ ഇസ്മ വൽ ബഗി ബിഗൈരിൽ ഹഖ്, അധർമ്മങ്ങൾ, തോന്നിവാസങ്ങൾ, വൃത്തികേടുകൾ, അക്രമങ്ങൾ, മറ്റുള്ളവൻ്റെ നേരെയുള്ള കയ്യേറ്റങ്ങളൊക്കെ ന്യായം കൂടാതെ ചെയ്യാം. ന്യായം ഉണ്ടാവില്ല. നമ്മുടെ ഒരു മിടുക്കുകൊണ്ടോ നമ്മുടെ ഒരു പവറുകൊണ്ടോ നമ്മളാ നാട്ടിലെ നമ്മുടെ ഒരു പോക്കിരി ആയതുകൊണ്ടൊക്കെ ചിലപ്പോൾ ആളുകൾ അങ്ങനെ ഇടപെടുന്നത് കാണാൻ പറ്റും. ന്യായവും നീതിയൊന്നുമല്ല, എൻ്റെ കൂടെ നിന്നാൽ മതി എന്നുള്ള നിലക്കുണ്ടാവും. അത്തരം ഹറാമുകളായ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചു. ഖുർആൻ പറഞ്ഞു മറ്റൊരിടത്ത്, അൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന. ശിർക്ക് എന്നത് ഹറാമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പാപമാണ്. ശിർക്ക് വരാതിരിക്കുക എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ്. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല, നമുക്ക് കൂടുതൽ സമയം ഇങ്ങനെ ചെലവഴിക്കാനും പ്രയാസമുണ്ട്. നോക്കൂ, ഹറാം എന്ന നിലക്ക് നമുക്കറിയാത്ത കാര്യങ്ങളുണ്ടാവില്ല. അതിൽ വലുതുണ്ട്, ചെറുതുണ്ട്. എല്ലാ തിന്മകളിൽ നിന്നും പ്രിയപ്പെട്ടവരെ മാറി നിൽക്കാനുള്ള ശ്രദ്ധ നമ്മൾ കാണിക്കുക എന്നതാണ്. ഒന്ന് ശിർക്ക്, മനുഷ്യരെ കൊല്ലുക എന്നത്, അതുപോലെ മോഷണമെന്നത്, വ്യഭിചാരമെന്നത്, പരസ്പരമുള്ള നമീമത്തുകൾ, ഏഷണിയും പരദൂഷണമെന്ന് പറയുന്നത്, വ്യാജ പ്രവർത്തനങ്ങൾ, വഞ്ചന എന്ന് പറയുന്നത്, കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുക എന്നുള്ളത്, പലിശ തിന്നുക, പലിശ വാങ്ങുക, പലിശ കഴിക്കുക, പലിശയുമായുള്ള നമുക്ക് പാടില്ലാത്ത ഇടപാടുകൾ, അതുപോലെ തന്നെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റ മര്യാദകൾ, കുടുംബ ബന്ധങ്ങളെ നമ്മൾ അത് എങ്ങനെയാണ് ബന്ധം വിച്ഛേദിക്കാതെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകേണ്ട വിഷയങ്ങൾ, കള്ളുകുടി, അതുപോലെ തന്നെ മോശമായ കാര്യങ്ങളിലേക്കുള്ള നോട്ടം പോലും ഹറാമായി റസൂലുള്ളാഹി പഠിപ്പിച്ചല്ലോ. അതോടൊപ്പം തന്നെ കൈക്കൂലിയാവട്ടെ, അതിക്രമങ്ങളാകട്ടെ, കരാർ പൂർത്തീകരണങ്ങളാവട്ടെ, അതിലൊക്കെ വരുന്ന പാളിച്ചകൾ, പോരായ്മകൾ പ്രിയപ്പെട്ടവരെ തെറ്റായി മാറും, കുറ്റമായി മാറും എന്നത് ഈ വിഷയവുമായി നമ്മൾ ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, സൂറത്തു നിസായിലെ ആയത്താണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതിക്കേൽപ്പിച്ചത്, 14-ാമത്തെ ആയത്ത്. അതിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളോട് ഓർമ്മിപ്പിച്ചത് എന്താണ്? മൻ യഅസില്ലാഹ വറസൂല വയതഅദ്ദ ഹുദൂദ യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ വലഹു അദാബുൻ മുഹീൻ. അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും ആ അതിർത്തികൾ നിശ്ചയിച്ച കാര്യങ്ങളുണ്ടല്ലോ, അത് മറികടക്കാം. അതോടൊപ്പം തന്നെ അവരെ നമ്മൾ ധിക്കരിക്കുക, അള്ളാനെ ധിക്കരിക്കുക, റസൂലുള്ളാഹിനെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പനകളെ നമ്മൾ നിരസിച്ചാൽ, ധിക്കരിച്ചാൽ, നമ്മളതിനെ മറികടക്കാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കുക? യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ, ആഴമേറിയ നരകാഗ്നിയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ വീണുപോകും. രക്ഷപ്പെടാനാകാത്ത നരകാഗ്നിയിൽ വീണുപോകും. വലഹു അദാബുൻ മുഹീൻ, അവന് നിന്ദ്യമായ വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ, അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെപ്പോലും വളരെ ഗൗരവത്തിൽ കാണണമെന്ന ഒന്നാമത്തെ കാര്യമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തെ തൊട്ട് നമ്മൾ ആലോചിക്കുക, ഹറാമുകളോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ് നമ്മൾ ആലോചിക്കുകയും ആ മേഖലയിൽ കുറച്ചുകൂടി ഈമാൻ പ്രിയപ്പെട്ടവരെ വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് ജുമായും ജമാഅത്തുമൊക്കെ മുടങ്ങിക്കിടന്നൊരു സമയമെന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരം നന്മകളെ നമ്മൾ മറന്നു പോവുകയും തിന്മകളിലേക്ക് നമ്മൾ വീണു പോവുകയും ചെയ്യും. റമദാനിൽ എല്ലായിടത്തും ലോക്ക്ഡൗൺ ആയിരുന്നു.
അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയിരുന്നില്ല. നമുക്ക് കൃത്യമായ ജമാഅത്തുകൾ വീട്ടിൽ കുടുംബത്തോടൊപ്പം കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. നമ്മൾ ജോലിക്ക് പുറപ്പെട്ടു, നമ്മുടെ തിരക്കുകളിലേക്ക് വീണു. പലപ്പോഴും നമ്മുടെ യാത്രക്കിടയിൽ പള്ളികളിൽ നിന്ന് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളില്ലാതാവുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ പലപ്പോഴും ടൈമൊക്കെ മാറിപ്പോവും. സുബഹിയൊക്കെ ചിലപ്പോൾ കളായിപ്പോവും. അതിങ്ങനെ നീണ്ടു പോകും. സമയമുണ്ട് എന്ന് തോന്നും, കുറച്ചുകൂടി കിടക്കാമെന്ന് തോന്നും. വാക്കുവിളി കേട്ടാലും സമയം അടുത്ത അസറിന് മുമ്പ് ദുഹർ നിസ്കരിച്ചാൽ മതി എന്ന് തോന്നലുണ്ടാകും. ജാഗ്രത നഷ്ടപ്പെടും പ്രിയപ്പെട്ടവരെ. അങ്ങനെ അലസത നമുക്ക് പിടിപെടുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. ഏതായാലും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വന്നുപോയ പോരായ്മകൾ നമ്മൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടി കുറ്റമറ്റൊരു ജീവിതത്തെ ക്രമപ്പെടുത്തിയെടുക്കാനുള്ള ശ്രദ്ധ ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രണ്ടാമതായി അദ്ദേഹത്തോട് ഓർമ്മിപ്പിച്ചു, വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. അള്ളാഹ് നിനക്ക് എന്താണോ തന്നത് അതിൽ നീ തൃപ്തിപ്പെട്ടാളാം. മറ്റവനെ നോക്കണ്ട, ഇവിടേക്ക് നോക്കണ്ട, അവൻ്റെ വീട് നോക്കണ്ട, ഇവൻ്റെ വീട് നോക്കണ്ട, മറ്റവൻ്റെ ബാങ്ക് ബാലൻസ് നോക്കണ്ട, അവൻ്റെ ജീവിത ശൈലി കണ്ടിട്ട് അഹങ്കരിക്കണ്ട, അസൂയ കാണിക്കണ്ട, അതിൽ കുശുമ്പ് കാണിക്കൊന്നും വേണ്ട. നിനക്ക് എന്താണ് അള്ളാഹ് തന്നത്? അള്ളാഹ് ഓരോരുത്തർക്കും ഓരോ ഫضل കൊടുത്തിട്ടുണ്ട്. അവർക്ക് കൊടുത്താൽ നമുക്ക് തന്നിട്ടുണ്ടാവില്ല. നമുക്കുള്ള ചിലപ്പോൾ സ്വസ്ഥത അവന് കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ വ്യത്യസ്തമായിരിക്കും. അതൊക്കെ അള്ളാഹിൻ്റെ തീരുമാനങ്ങളാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് ഈ ലോകത്ത് എന്താണ് നസീബ് വേണ്ടതെന്ന് അള്ളാഹ് നിശ്ചയിച്ചതാണ്. ആ നസീബിൽ നമ്മൾ തൃപ്തിപ്പെടുക എന്നതാണ്. എന്നാലോ ഭൗതികമായ അഭിവൃദ്ധിക്ക് നമുക്ക് അധ്വാനിക്കാം, നമുക്ക് മെനക്കെടാം, അതിൽ തെറ്റുകുറ്റങ്ങളില്ലാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതിൽ നീ തൃപ്തിയുള്ള മനസ്സ് കാണിക്കുക. അപ്പം നിനക്ക് എന്തുണ്ടാകും? സമാധാനം ഉണ്ടാകും, സ്വസ്ഥത ഉണ്ടാകും. ഇനിയും എനിക്ക് എൻ്റെ റബ്ബ് ഉദ്ദേശിച്ചാൽ നൽകുമെന്ന പ്രതീക്ഷ ഉണ്ടാവും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ അഗ്നന്നാസ്, മനുഷ്യരുടെ കൂട്ടത്തിൽ നല്ല ഐശ്വര്യമുള്ള മനസ്സിന് സ്വസ്ഥതയുള്ള ആളായി നിനക്ക് മാറാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൽ കൂട്ടി ചേർത്തൊന്നും വിശദീകരിക്കാത്ത വിധം നമുക്കിതിൻ്റെ ആശയം വ്യക്തമാണ്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുക. ചില ആളുകൾ നോക്കൂ, ദുനിയാവിൽ ഒരുപാട് സമ്പത്തൊക്കെ ലഭിച്ചിട്ടുണ്ടാവും, പക്ഷേ അവർക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. എങ്ങനെയൊക്കെ വാരിക്കൂട്ടിയ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഒരുപാട് അനധികൃത സമ്പാദ്യങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അനധികൃതമായ സ്വത്ത് സമ്പാദനത്തിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നു. നോക്കൂ, നമ്മൾക്ക് അങ്ങനത്തെ ആളുകൾക്ക് നോക്കൂ, അപ്പോൾ ഒരു ആസ്വാദനം ഉണ്ടാവും, അപ്പോൾ ഒരു കാര്യം നേട്ടം കിട്ടിയേക്കാം. പക്ഷെ പിന്നീട് നോക്കൂ, അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന മാനഹാനികൾ, അല്ലെങ്കിൽ എത്ര പ്രശ്നങ്ങൾ, സങ്കീർണതകൾ, ആളുകൾക്കിടയിലുള്ള മാനക്കേടുകൾ, എന്തൊക്കെയാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ഹറാമുകളിലേക്ക് പോകേണ്ടതില്ല, എന്നാൽ പേടിക്കേണ്ടതുമില്ല. മടിയിൽ കനമില്ലാത്തവൻ എന്തിനു പേടിക്കണമെന്നൊരു ചൊല്ലുന്നുണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ട സംഗതിയാണത്. നമ്മളെന്തിനാണ് അത്തരം കാര്യങ്ങളിൽ പെട്ടുപോകുന്നത്? ജാഗ്രത കാണിക്കണമെന്ന് റസൂലുള്ളാഹി ഓർമ്മിപ്പിക്കുകയാണ്. ചുരുക്ക പറഞ്ഞല്ലോ, ലാകിന്നഹും ഫുഖറാഉൻ നഫ്സ്, ധനമുണ്ട്, സമ്പത്തുണ്ട്, ഒരുപാട് കയ്യിലുണ്ട്, പക്ഷേ ലാകിന്നഹും ഫുഖറാഉൻ നഫ്സ് വ മസാകീനുൽ ഖൽബ്, അവരുടെ നഫ്സ് ഭയങ്കര ഫഖീറാണ്, മനസ്സ് ഭയങ്കര മിസ്കീനാണ്. എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയും സമാധാനമൊന്നുമില്ല, റാഹത്തായ ജീവിതമില്ല. റാഹത്തായ ഒരു ജീവിതം കിട്ടുമ്പോൾ ഇവിടുന്ന് പോകാനാവും ചെയ്യും. അങ്ങനെ എത്രയോ ആളുകളുടെ ജീവിതം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അള്ളാഹുവിലേക്ക് മടങ്ങാം, അള്ളാഹിനെക്കുറിച്ച് ധാരാളമായി ഓർക്കുക, അള്ളാഹുവിനോട് നന്നായി പ്രാർത്ഥിക്കുക. വിഷമവും പ്രയാസവും ഇല്ലാത്തവരൊന്നും നമ്മുടെ കൂട്ടത്തിലില്ല. ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വേറൊരാൾക്ക് വേറെ പ്രശ്നം ഉണ്ടാവും. ഇതൊക്കെ അള്ളാഹിൻ്റെ ചില പരീക്ഷണങ്ങളാണ്, ചില തീരുമാനങ്ങളാണ്. നമ്മൾ എങ്ങനെ അതിനെ പ്രതികരിക്കുന്നു എന്ന് നോക്കുകയാണ് അള്ളാഹു. ആ നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാം? അള്ളാഹുവിനോടുള്ള ദിക്റ് കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ടൊക്കെ ഇതിനെ മറികടന്ന് മനസ്സിന് സ്വസ്ഥത ഉണ്ടാക്കി മാറ്റാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾക്ക് അള്ളാഹ് തന്നതിൽ തൃപ്തിപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യാം? ജീവിച്ചാൽ മതി എന്നുള്ളതാണ്. ആരെയും ബോധ്യപ്പെടുത്താനുള്ള ജീവിതങ്ങൾ, ആരെയും തൃപ്തിപ്പെടുത്താനുള്ള ജീവിതങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി ഏച്ചുകെട്ടി ഒപ്പിച്ചു നിർത്താനുള്ള ജീവിതങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യും? തടസ്സം വരും. നമ്മളൊരു വീടുണ്ടാക്കുകയാണ്. വീടുണ്ടാക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വീട് വേണ്ടത് നമ്മൾ തീരുമാനിച്ചാൽ മതി. ബാക്കിയുള്ളവൻ്റെ വർത്തമാനം കേട്ട് നമ്മൾ വീടുണ്ടാക്കാൻ നിന്നാലോ അത് ചിലപ്പോൾ മുട്ടിച്ചാൽ മുട്ടൂല, ചിലപ്പോൾ കടബാധ്യതകളിൽപ്പെടും, ചിലപ്പോൾ ആളുകൾക്ക് പോയി ലോൺ എടുക്കേണ്ടി വരും. അഭിപ്രായം ഒരുപാട് ആൾക്കാർ പറയാനുണ്ടാവും, പക്ഷെ അതൊക്കെ പേറാൻ ആരും ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. ഞാനൊരു ഉദാഹരണം സൂചിപ്പിച്ചു എന്നാണ്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ ചില സമീപനങ്ങളെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾക്ക് അള്ളാഹ് തന്നതിൽ തൃപ്തിപ്പെട്ട് നമ്മുടെ ഉള്ളതിൽ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നമുക്ക് പറ്റിയ രൂപത്തിൽ നമ്മൾ ചെയ്യാം. കൂടുതൽ ഹൈറിന് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മൂന്നാമത്തതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, വഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനൻ. അഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനൻ. നിന്റെ അയൽവാസികളോട് നീ നല്ല നിലയ്ക്ക് പെരുമാറുക, അപ്പോൾ നിനക്ക് മുഅ്മിനായി മാറാന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാന്റെ പൂർത്തീകരണത്തിന് നമ്മൾ നല്ലൊരു മുഅ്മിനാകണമെങ്കിൽ
നമ്മുടെ അയൽവാസികൾ നമുക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് വളരെ പ്രധാനമാണെന്ന് സൂചിപ്പിച്ചത്. നിന്റെ അയൽപക്കത്ത് ആളുകളോട് നീ നല്ല പെരുമാറുക, അവരോട് സലാം പറയുക, അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിറവേറ്റി കൊടുക്കുക, അവരോട് സഹകരിക്കുക, അവരെ സഹായിക്കുക, അവരെ നന്നായി സ്നേഹിക്കുക, അവരെ ഉപദ്രവിക്കാതിരിക്കുക, അവരെ ചീത്ത പറയാതിരിക്കുക, അവരുടെ അഭിമാനത്തിന് പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക. എന്തെങ്കിലും പ്രയാസങ്ങൾ അവരുടെ അടുത്ത് നമ്മൾ കണ്ടാലോ ആ ന്യൂനതകൾ നമ്മൾ മറച്ചു വെക്കുക. അല്ലാതെ ഒളിഞ്ഞും തെളിഞ്ഞും നോക്കി അവരെ പരിഹസിക്കാനും അവരെ ഇകഴ്ത്താനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഈ നേരത്തെ നോക്ക് റസൂൽ നമ്മുടെ ജാതിയോ മതമൊന്നും പറഞ്ഞില്ല. അഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനൻ എന്നാ പറഞ്ഞത്. എല്ലാ മതജാതി വ്യത്യാസമുള്ള ആളുകൾ നമ്മുടെ ചുറ്റോടെ ജീവിക്കുന്നുണ്ടാകും. ഓരോ അയൽപ്പക്കവും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് റസൂലുള്ളാഹ് ഇവിടെ ഓർമ്മിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് അയൽപ്പക്കത്തോടുള്ള ബാധ്യതകൾ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിക്ക് തോന്നിയല്ലോ അവർക്ക് അനന്തരാവകാശം പോലും കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി എന്ന് റസൂലുള്ളാഹ് പറയുന്നുണ്ട്. അതത്രയും ഗൗരവമുള്ള വിഷയമായിട്ടാണ് സൂചിപ്പിച്ചത്. അതുപോലെ നാലാമത് റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമൻ. നിനക്ക് നല്ലൊരു മുസ്ലിം ആകണം. അങ്ങനെയാണെങ്കിൽ എന്താ വേണ്ടത്? ആളുകൾക്ക് നിനക്കുള്ളതൊക്കെ നാട്ടുകാർക്ക് ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കാം. ജനങ്ങൾക്ക് എനിക്ക് എന്തൊക്കെ സുഖവും സന്തോഷവും ഉണ്ടോ അതൊക്കെ മറ്റുള്ളവർക്കും ഉണ്ടാവട്ടെ എന്ന് നീ എന്ത് ചെയ്യാം? ആഗ്രഹിക്കുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നമ്മുടെ സഹോദരന് എനിക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അവനുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാനുള്ള വിശാലമായ മനസ്സുണ്ടാകണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഈമാനുള്ളത്, നല്ല മുഅ്മിനുകളാകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ നോക്കൂ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഓർമ്മിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുക. ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമായിരിക്കും. എവിടെയാണ് ഞാനൊന്ന് പരിശീലിക്കേണ്ടത്, പരിഹരിക്കേണ്ടതെന്ന് ആലോചിച്ച് കൂടുതൽ നന്മകൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച 5 കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തി വന്നത്. ഒന്ന്, ഹറാമുകളെ നന്നായി സൂക്ഷിക്കുക എന്ന റസൂലുള്ളാഹിൻ്റെ വചനം. രണ്ടാമത്തത് റസൂൽ ഓർമ്മിപ്പിച്ചത് ഉള്ളതിൽ നമ്മൾ തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നത്. മൂന്നാമതായി ഓർമ്മിപ്പിച്ചത് നമ്മുടെ അയൽപ്പക്കക്കാരോട് നല്ല നിലയ്ക്ക് പെരുമാറുക എന്നത്. നാലാമതായി ഓർമ്മപ്പെടുത്തിയത് നമുക്കുള്ളതൊക്കെ നമ്മുടെ സഹോദരനും മറ്റുള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന നിലക്കുള്ള നമ്മുടെ മനസ്സിൻ്റെ വിശാലത. അഞ്ചാമതായി റസൂൽ പറഞ്ഞു, വലാ തുക്സിർ അല്ലാഹ്ക ഫഇന്ന കസ്റത്ത അല്ലാഹ്കി തുമീത്തുൽ ഖൽബ എന്ന് റസൂൽ പറഞ്ഞു. നീ ഒരുപാട് ഇങ്ങനെ വിനോദങ്ങളിൽ, കളി തമാശകളിൽ, ഒരുപാട് ചിരികളിൽ തന്നെ, നേരം പോക്ക് തന്നെ, അല്ലെങ്കിൽ സമയം ഇങ്ങനെ കഴിച്ചു കൂട്ടാനുള്ള എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾ തന്നെ ഇങ്ങനെ മുഴുകിപ്പോകരുത്. ചിരിയും കളിയും സന്തോഷങ്ങളൊക്കെ നീ എന്ത് ചെയ്യണം? നീ പരമാവധി കുറക്കണം. അധികരിപ്പിക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിനാകാം എന്ന് റസൂൽ പറഞ്ഞല്ലോ. റസൂലുള്ളാഹി തമാശ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇതെന്നെ ഒരു ഏർപ്പാടായിട്ട് ജീവിതത്തിൻ്റെ ഗൗരവം മറന്നുപോവുക, ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിട്ടുപോവുക, ഇബാദത്തുകൾക്ക് നമ്മുടെ നേരം പോക്കുകൾ തടസ്സമാവുക, അതിൽ മുഴുകിയിട്ട് നമ്മുടെ അള്ളാഹിനോടും റസൂലിനോടും നിർവഹിക്കേണ്ട ബാധ്യതകളും കടമകളൊക്കെ പതുക്കെ എന്ത് ചെയ്യുക? മാറ്റിവെക്കുക. ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് ചെയ്യാൻ ബാക്കി വെച്ചിട്ട് അതൊക്കെ അള്ളാഹിൻ്റെ അടുത്ത് റസൂലിനോടും പറയേണ്ടതാണ്. നാട്ടുകാരോടുള്ള കടമകൾ തീർക്കുക, അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അങ്ങനെ ചിരിയും കളിയും നേരമ്പോക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടി വരുന്നതിനെ കുറിച്ച് റസൂലുള്ള ഗൗരവത്തിൽ താക്കീത് നൽകി. റസൂലുള്ള പറഞ്ഞത് എന്താണ്? തുമീത്തുൽ ഖൽബ്. അത് നിന്റെ മനസ്സിനെ മരിപ്പിച്ച് കളയുന്നതാണ്. നിന്റെ മനസ്സിനൊരു ഉണർവില്ലാതാക്കി കളയും. അത് നിന്റെ മനസ്സ് ചത്തുപോകുന്ന തരത്തിലാകും എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ, നനവുള്ള ചിന്തകൾ, നല്ല നല്ല കാര്യങ്ങൾക്ക് ഇടം കുറഞ്ഞു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിൽ പുഞ്ചിരി സ്വതക്കയാണ്. പൊട്ടിച്ചിരിക്ക് പരിമിതി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ കാണുന്നവരോടൊക്കെ പുഞ്ചിരി സ്വതക്കയാണെന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി. എന്നാൽ ആ ജീവിതത്തിൽ നമ്മുടെ അതിൻ്റെ ഗൗരവം ഓർമ്മിപ്പിക്കുകയാണ്. യഥാർത്ഥ ലക്ഷ്യം മറന്നു പോകാതെ നമ്മുടെ മനസ്സിനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ കുടുക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കണം എന്നതാണ് ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ട് ഹറാമുകളെ സൂക്ഷിച്ചും കിട്ടിയതിൽ സംതൃപ്തി അനുഭവിച്ചും അയൽവാസികളോടൊക്കെ നല്ല നിലക്ക് പെരുമാറിയും നമ്മുടെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കൊക്കെ നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിച്ചും സന്തോഷങ്ങളിൽ
നമ്മൾ അള്ളാഹുവിനെ മതിമറക്കാതെ, നമ്മുടെ ജീവിതത്തെ മതിമറക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും നീ ഞങ്ങൾക്ക് പുറത്തു തന്ന് മാപ്പാക്കി തന്ന് അള്ളാഹുവെ ഞങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരിമാർ, ഞങ്ങളുടെ മഹലിലെ പ്രിയപ്പെട്ടവർ, കാരണവന്മാർ, നമ്മുടെ ഗുരുനാഥന്മാർ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അള്ളാഹുവെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണ റഹ്മാനെ. അള്ളാഹുവെ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, മാരകമായ വൈറസുകളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ നിന്റെ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ മനോഹരമായ സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഞങ്ങളെയൊക്കെ നീ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആയുസ് പ്രദാനം ചെയ്യണ റഹ്മാനെ. അവരുടെ പോരായ്മകൾ നീ പുറത്തു കൊടുക്കണ റഹ്മാനെ. അവർക്ക് നീ ആഫിയത്ത് പ്രദാനം ചെയ്യണ റഹ്മാനെ. അള്ളാഹുവെ, മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി വിഷമിക്കുന്ന ധാരാളം ആളുകളുണ്ട് നാഥ. അള്ളാഹുവെ, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് നാഥ. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. അള്ളാഹുവെ, സ്വസ്ഥതയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പഠനത്തിലും, ഞങ്ങളുടെ പരീക്ഷകളിലും, ഞങ്ങളുടെ ജോലിയിലും, ഞങ്ങളുടെ കച്ചവടത്തിലും, ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ധാരാളം ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. അള്ളാഹുവെ, അപകട മരണങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നാടിനെയും നാട്ടുകാരെയും ഒക്കെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ധാരാളം സതുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിരന്തരമായി നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സഫലമാക്കി തരണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതം നന്നാക്കുകയും ജീവിതത്തിൻ്റെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് കൊണ്ട് അവസാനിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണ റഹ്മാനെ. അള്ളാഹുവെ, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, വിവാഹരംഗത്ത് വിഷമിക്കുന്നവരുണ്ട്, വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്. അള്ളാഹുവെ, പ്രയാസപ്പെടുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, അവരുടെ കുടുംബാംഗങ്ങൾ വിഷമാവസ്ഥയിലാണ്. റഹ്മാനും റഹീമുമായ നാഥ, അവർക്ക് നീ സ്വസ്ഥതയും സമാധാനവും റിസ്ക്കും നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയൊക്കെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, എല്ലാവിധത്തിലും ഞങ്ങൾക്ക് വേണ്ടി മാർഗനിർദ്ദേശം നൽകുന്ന ഞങ്ങളുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവർക്ക് കൂടുതൽ ആഫിയത്തും തൗഫീഖും നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. അള്ളാഹുവെ, ദീനീ പ്രബോധന രംഗത്ത് ആവശ്യമായ ഇടങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് അള്ളാഹുവെ, നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി, ദീനിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. അള്ളാഹുവെ, നീ നൽകിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നിന്റെ മാർഗത്തിൽ ഉള്ളതിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദൈനാ മിനൻ നാർ. اللهم ادخلنا الجنة مع الأبرار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أنت ولينا في الدنيا والآخرة. توفنا مسلمين وألحقنا بالصالحين. توفنا مسلمين وألحقنا بالصالحين. اللهم رب الناس ذهب البأس اشف أنت الشافي لا شفاء إلا شفاؤك شفاء لا يغادر سقما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق
ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن يعص الله ورسوله ويتعد حدوده يدخله نارا خالدا فيها وله عذاب مهين. ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കൃത്യത പുലർത്തി സൂക്ഷ്മത പാലിച്ച് തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളും തീരുമാനങ്ങളുമാണ് നമ്മുടെ ഈ ലോകത്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുന്ന ഓരോ മുഅ്മിനിനും അള്ളാഹുവിൽ നിന്നും ഖൈർ പ്രതീക്ഷിക്കുകയും അവനിൽ നിന്ന് നമുക്ക് നേരിടുന്ന പരീക്ഷണങ്ങളെ ക്ഷമയോടുകൂടി നേരിടാനും പ്രാർത്ഥനയോടുകൂടി അതിനെ പ്രതിഫലമാക്കാനും സാധിക്കുമെന്നുള്ളതാണ്. ആ നിലക്കാണ് ഈ സാഹചര്യത്തെയൊക്കെ നമ്മൾ നേരിട്ട് മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കുക എന്നതും നമ്മുടെ ജീവിതത്തെ നന്നാക്കുക എന്നതും നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാവുക എന്നതും മരണസമയത്ത് പാപമുക്തരായി കളങ്കമറ്റ നല്ല വിശ്വാസികളായി മുഅ്മിനുകളായി നല്ല മുസ്ലിങ്ങളായി അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഭാഗ്യം ലഭിക്കുക എന്നതുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ദുനിയാവിലെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് ആവശ്യമായ മാറ്റങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക എന്നതാണ് എല്ലാ ആഴ്ചകളിലും ഉത്ബോധിപ്പിക്കുന്നത് പോലെ തന്നെ പ്രത്യേകിച്ചും ഇന്നും ഓർമ്മിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സതുദ്ദേശങ്ങളെ സഫലമാക്കുകയും നമ്മുടെ ജീവിതാവസാനം പ്രത്യേകിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരുകയും ചെയ്യുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബികളുടെ കൂടെ ഇരിക്കുമ്പോൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, മയ്യൗഖുദു മിൻ ഉമ്മത്തി ഖംസ ഹിസാലി ഫയഅമലു ബിഹിന്ന ഔ യുഅല്ലിമുഹുന്ന മയ്യഅമലു ബിഹിന്ന. റസൂലുള്ള ചോദിച്ചു, ഞാനൊരു 5 കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ആ 5 കാര്യങ്ങൾ അത് പ്രകാരം പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരാരുണ്ട്? പ്രവർത്തിക്കുക എന്നത് മാത്രമല്ല, അത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ 5 കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുവാനും തയ്യാറുള്ളവർ ആരുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയുണ്ടായി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, റസൂലേ ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. റസൂലുള്ളാഹിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചിട്ട് റസൂലുള്ള അദ്ദേഹത്തിന് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഒന്നാമതായി സൂചിപ്പിച്ചത് ഇത്തഖിൽ മഹാരിമ തകുൻ അഅ്ബുദന്നാസ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. നീ ഹറാമുകളെ സൂക്ഷിക്കുക, നിനക്ക് മുഅ്മിനുകൾ മനുഷ്യരുടെ കൂട്ടത്തിൽ നല്ല ആബിദായി അള്ളാഹുവിനോട് ഏറ്റവും നല്ല ഒരു അടിമയായി നിനക്ക് മാറാൻ കഴിയും എന്ന് റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ഹറാമുകളെ സൂക്ഷിക്കുക എന്ന വലിയൊരു പാഠമാണ് ഒന്നാമതായി അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഹറാമുകൾ, മഹാരിമുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്?
അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച ചെറുതും വലുതുമായ എല്ലാം അതിൽപ്പെട്ടു. തെറ്റുകുറ്റങ്ങളൊക്കെ ഈ ഹറാമുകളുടെ കൂട്ടത്തിൽപ്പെട്ടു എന്ന് നമുക്കറിയാലോ. സൂറത്തുൽ അഅറാഫിലെ 33-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖുൽ ഇന്നമാ ഹറമ റബ്ബി അൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ. റസൂലുള്ളാഹിനോട് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു, ഹറമ റബ്ബി, എൻ്റെ റബ്ബ് വിരോധിച്ച ഹറാമാക്കിയ ഫവാഹിഷുകൾ, മ്ലേച്ഛ പ്രവർത്തികൾ, അതെങ്ങനെയൊക്കെ ഉണ്ടാവാം? രഹസ്യമായതുകൊണ്ടാവാം, പരസ്യമായതുകൊണ്ടാവാം എന്നുള്ള. പരസ്യമായ മ്ലേച്ഛ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ നമ്മളൊന്നും ഭാഗവാക്കാവില്ല, നമുക്കറിയാം അതൊരു വലിയ മോശമാണ്. ആളുകൾക്കിടയിൽ ചിലപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തെ മോശമായി ചിത്രീകരിക്കാൻ കാരണമാവും. എന്നാൽ അവിടെ നടക്കുന്ന അതേ തിന്മ നമ്മുടെ സ്വകാര്യമായ ജീവിതത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്ന ഓർമ്മ നമുക്ക് നഷ്ടപ്പെടുന്നതുകൊണ്ടാണത്. അപ്പോൾ ഈ ഹറാമുകൾ, രഹസ്യവും പരസ്യവുമായുള്ള ഹറാമുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നീചവൃത്തികളായി, മ്ലേച്ഛ പ്രവർത്തനങ്ങളായി പരിചയപ്പെടുത്തുന്നുണ്ട്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, വൽ ഇസ്മ വൽ ബഗി ബിഗൈരിൽ ഹഖ്, അധർമ്മങ്ങൾ, തോന്നിവാസങ്ങൾ, വൃത്തികേടുകൾ, അക്രമങ്ങൾ, മറ്റുള്ളവൻ്റെ നേരെയുള്ള കയ്യേറ്റങ്ങളൊക്കെ ന്യായം കൂടാതെ ചെയ്യാം. ന്യായം ഉണ്ടാവില്ല. നമ്മുടെ ഒരു മിടുക്കുകൊണ്ടോ നമ്മുടെ ഒരു പവറുകൊണ്ടോ നമ്മളാ നാട്ടിലെ നമ്മുടെ ഒരു പോക്കിരി ആയതുകൊണ്ടൊക്കെ ചിലപ്പോൾ ആളുകൾ അങ്ങനെ ഇടപെടുന്നത് കാണാൻ പറ്റും. ന്യായവും നീതിയൊന്നുമല്ല, എൻ്റെ കൂടെ നിന്നാൽ മതി എന്നുള്ള നിലക്കുണ്ടാവും. അത്തരം ഹറാമുകളായ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചു. ഖുർആൻ പറഞ്ഞു മറ്റൊരിടത്ത്, അൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന. ശിർക്ക് എന്നത് ഹറാമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പാപമാണ്. ശിർക്ക് വരാതിരിക്കുക എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ്. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല, നമുക്ക് കൂടുതൽ സമയം ഇങ്ങനെ ചെലവഴിക്കാനും പ്രയാസമുണ്ട്. നമുക്ക് ഹറാം എന്ന നിലക്ക് നമുക്കറിയാത്ത കാര്യങ്ങളുണ്ടാവില്ല. അതിൽ വലുതുണ്ട്, ചെറുതുണ്ട്. എല്ലാ തിന്മകളിൽ നിന്നും പ്രിയപ്പെട്ടവരെ മാറി നിൽക്കാനുള്ള ശ്രദ്ധ നമ്മൾ കാണിക്കുക എന്നതാണ്. ഒന്ന് ശിർക്ക്, മനുഷ്യരെ കൊല്ലുക എന്നത്, അതുപോലെ മോഷണമെന്നത്, വ്യഭിചാരമെന്നത്, പരസ്പരമുള്ള നമീമത്തുകൾ, ഏഷണിയും പരദൂഷണമെന്ന് പറയുന്നത്, വ്യാജ പ്രവർത്തനങ്ങൾ, വഞ്ചന എന്ന് പറയുന്നത്, കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുക എന്നുള്ളത്, പലിശ തിന്നുക, പലിശ വാങ്ങുക, പലിശ കഴിക്കുക, പലിശയുമായുള്ള നമുക്ക് പാടില്ലാത്ത ഇടപാടുകൾ, അതുപോലെ തന്നെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റ മര്യാദകൾ, കുടുംബ ബന്ധങ്ങളെ നമ്മൾ അത് എങ്ങനെയാണ് ബന്ധം വിച്ഛേദിക്കാതെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകേണ്ട വിഷയങ്ങൾ, കള്ളുകുടി, അതുപോലെ തന്നെ മോശമായ കാര്യങ്ങളിലേക്കുള്ള നോട്ടം പോലും ഹറാമായി റസൂലുള്ളാഹി പഠിപ്പിച്ചല്ലോ. അതോടൊപ്പം തന്നെ കൈക്കൂലിയാവട്ടെ, അതിക്രമങ്ങളാകട്ടെ, കരാർ പൂർത്തീകരണങ്ങളാവട്ടെ, അതിലൊക്കെ വരുന്ന പാളിച്ചകൾ, പോരായ്മകൾ പ്രിയപ്പെട്ടവരെ തെറ്റായി മാറും, കുറ്റമായി മാറും എന്നത് ഈ വിഷയവുമായി നമ്മൾ ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, സൂറത്തു നിസായിലെ ആയത്താണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതിക്കേൽപ്പിച്ചത്, 14-ാമത്തെ ആയത്ത്. അതിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളോട് ഓർമ്മിപ്പിച്ചത് എന്താണ്? വമൻ യഅസില്ലാഹ വറസൂല വയതഅദ്ദ ഹുദൂദ യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ വലഹു അദാബുൻ മുഹീൻ. അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും ആ അതിർത്തികൾ നിശ്ചയിച്ച കാര്യങ്ങളുണ്ടല്ലോ, അത് മറികടക്കാം. അതോടൊപ്പം തന്നെ അവരെ നമ്മൾ ധിക്കരിക്കുക, അള്ളാനെ ധിക്കരിക്കുക, റസൂലുള്ളാഹിനെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പനകളെ നമ്മൾ നിരസിച്ചാൽ, ധിക്കരിച്ചാൽ, നമ്മളതിനെ മറികടക്കാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കുക? യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ, ആഴമേറിയ നരകാഗ്നിയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ വീണുപോകും. രക്ഷപ്പെടാനാകാത്ത നരകാഗ്നിയിൽ വീണുപോകും. വലഹു അദാബുൻ മുഹീൻ, അവന് നിന്ദ്യമായ വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ, അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെപ്പോലും വളരെ ഗൗരവത്തിൽ കാണണമെന്ന ഒന്നാമത്തെ കാര്യമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തെ തൊട്ട് നമ്മൾ ആലോചിക്കുക, ഹറാമുകളോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ് നമ്മൾ ആലോചിക്കുകയും ആ മേഖലയിൽ കുറച്ചുകൂടി ഈമാൻ പ്രിയപ്പെട്ടവരെ വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് ജുമായും ജമാഅത്തുമൊക്കെ മുടങ്ങിക്കിടന്നൊരു സമയമെന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരം നന്മകളെ നമ്മൾ മറന്നു പോവുകയും തിന്മകളിലേക്ക് നമ്മൾ വീണുപോവുകയും ചെയ്യും. റമദാനിൽ എല്ലായിടത്തും ലോക്ക്ഡൗൺ ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയിരുന്നില്ല. നമുക്ക് കൃത്യമായ ജമാഅത്തുകൾ വീട്ടിൽ കുടുംബത്തോടൊപ്പം കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. നമ്മൾ ജോലിക്ക് പുറപ്പെട്ടു, നമ്മുടെ തിരക്കുകളിലേക്ക് വീണു. പലപ്പോഴും നമ്മുടെ യാത്രക്കിടയിൽ പള്ളികളിൽ നിന്ന് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളില്ലാതാവുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ പലപ്പോഴും ടൈമൊക്കെ മാറിപ്പോവും. സുബഹിയൊക്കെ ചിലപ്പോൾ കളായിപ്പോവും. അതിങ്ങനെ നീണ്ടു പോകും. സമയമുണ്ട് എന്ന് തോന്നും, കുറച്ചുകൂടി കിടക്കാമെന്ന് തോന്നും. ബാങ്കുവിളി കേട്ടാലും സമയം അടുത്ത അസറിന് മുമ്പ് ദുഹർ നിസ്കരിച്ചാൽ മതി എന്ന് തോന്നലുണ്ടാകും. ജാഗ്രത നഷ്ടപ്പെടും പ്രിയപ്പെട്ടവരെ. അങ്ങനെ അലസത നമുക്ക് പിടിപെടുന്നുണ്ടോ എന്ന്
നമ്മൾ ആലോചിക്കുക. ഏതായാലും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വന്നുപോയ പോരായ്മകൾ നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി കുറ്റമറ്റൊരു ജീവിതത്തെ ക്രമപ്പെടുത്തിയെടുക്കാനുള്ള ശ്രദ്ധ ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രണ്ടാമതായി അദ്ദേഹത്തോട് ഓർമ്മിപ്പിച്ചു, വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. അള്ളാഹ് നിനക്ക് എന്താണോ തന്നത് അതിൽ നീ തൃപ്തിപ്പെട്ടാളാം. മറ്റവനെ നോക്കണ്ട, ഇവിടേക്ക് നോക്കണ്ട, അവൻ്റെ വീട് നോക്കണ്ട, ഇവൻ്റെ വീട് നോക്കണ്ട, മറ്റവൻ്റെ ബാങ്ക് ബാലൻസ് നോക്കണ്ട, അവൻ്റെ ജീവിത ശൈലി കണ്ടിട്ട് അഹങ്കരിക്കണ്ട, അസൂയ കാണിക്കണ്ട, അതിൽ കുശുമ്പ് കാണിക്കൊന്നും വേണ്ട. നിനക്ക് എന്താണ് അള്ളാഹ് തന്നത്? അള്ളാഹ് ഓരോരുത്തർക്കും ഓരോ ഫضل കൊടുത്തിട്ടുണ്ട്. അവർക്ക് കൊടുത്താൽ നമുക്ക് തന്നിട്ടുണ്ടാവില്ല, നമുക്കുള്ള ചിലപ്പോൾ സ്വസ്ഥത അവന് കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ വ്യത്യസ്തമായിരിക്കും. അതൊക്കെ അള്ളാഹിൻ്റെ തീരുമാനങ്ങളാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് ഈ ലോകത്ത് എന്താണ് നസീബ് വേണ്ടതെന്ന് അള്ളാഹ് നിശ്ചയിച്ചതാണ്. ആ നസീബിൽ നമ്മൾ തൃപ്തിപ്പെടുക എന്നതാണ്. എന്നാലോ ഭൗതികമായ അഭിവൃദ്ധിക്ക് നമുക്ക് അധ്വാനിക്കാം, നമുക്ക് മെനക്കെടാം, അതിൽ തെറ്റുകുറ്റങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതിൽ നീ തൃപ്തിയുള്ള മനസ്സ് കാണിക്കുക. അപ്പം നിനക്ക് എന്തുണ്ടാകും? സമാധാനം ഉണ്ടാകും, സ്വസ്ഥത ഉണ്ടാകും. ഇനിയും എനിക്ക് എൻ്റെ റബ്ബ് ഉദ്ദേശിച്ചാൽ നൽകുമെന്ന പ്രതീക്ഷ ഉണ്ടാവും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ അഗ്നന്നാസ്, മനുഷ്യരുടെ കൂട്ടത്തിൽ നല്ല ഐശ്വര്യമുള്ള മനസ്സിന് സ്വസ്ഥതയുള്ള ആളായി നിനക്ക് മാറാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൽ കൂട്ടി ചേർത്തൊന്നും വിശദീകരിക്കാത്ത വിധം നമുക്കിതിൻ്റെ ആശയം വ്യക്തമാണ്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുക. ചില ആളുകൾ നോക്കൂ, ദുനിയാവിൽ ഒരുപാട് സമ്പത്തൊക്കെ ലഭിച്ചിട്ടുണ്ടാവും, പക്ഷേ അവർക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. എങ്ങനെയൊക്കെ വാരിക്കൂട്ടിയ ആൾക്കാരുണ്ടാവും. ഒരുപാട് അനധികൃത സമ്പാദ്യങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, അനധികൃതമായ സ്വത്ത് സമ്പാദനത്തിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നു. നോക്കൂ, നമ്മൾക്ക് അങ്ങനത്തെ ആളുകൾക്ക് നോക്കൂ, അപ്പോൾ ഒരു ആസ്വാദനം ഉണ്ടാവും, അപ്പോൾ ഒരു കാര്യം നേട്ടം കിട്ടിയേക്കാം. പക്ഷെ പിന്നീട് നോക്കൂ, അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന മാനഹാനികൾ, അല്ലെങ്കിൽ എത്ര പ്രശ്നങ്ങൾ, സങ്കീർണതകൾ, ആളുകൾക്കിടയിലുള്ള മാനക്കേടുകൾ, എന്തൊക്കെയാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ഹറാമുകളിലേക്ക് പോകേണ്ടതില്ല, എന്നാൽ പേടിക്കേണ്ടതുമില്ല. മടിയിൽ കനമില്ലാത്തവൻ എന്തിനു പേടിക്കണമെന്നൊരു ചൊല്ലുന്നുണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ട സംഗതിയാണത്. നമ്മളെന്തിനാണ് അത്തരം കാര്യങ്ങളിൽ പെട്ടുപോകുന്നത്? ജാഗ്രത കാണിക്കണമെന്ന് റസൂലുള്ളാഹി ഓർമ്മിപ്പിക്കുകയാണ്. ചുരുക്ക പറഞ്ഞാൽ ലാകിന്നഹും ഫുഖറാഉൻ നഫ്സ്, ധനമുണ്ട്, സമ്പത്തുണ്ട്, ഒരുപാട് കയ്യിലുണ്ട്, പക്ഷേ ലാകിന്നഹും ഫുഖറാഉൻ നഫ്സ് വ മസാകീനുൽ ഖൽബ്, അവരുടെ നഫ്സ് ഭയങ്കര ഫഖീറാണ്, മനസ്സ് ഭയങ്കര മിസ്കീനാണ്. എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയും സമാധാനമൊന്നുമില്ല, റാഹത്തായ ജീവിതമില്ല. റാഹത്തായ ഒരു ജീവിതം കിട്ടുമ്പോൾ അത്ര ഇവിടുന്ന് പോകാനാവും ചെയ്യും. അങ്ങനെ എത്രയോ ആളുകളുടെ ജീവിതം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അള്ളാഹുവിലേക്ക് മടങ്ങാം, അള്ളാഹിനെക്കുറിച്ച് ധാരാളമായി ഓർക്കാം, അള്ളാഹുവിനോട് നന്നായി പ്രാർത്ഥിക്കുക. വിഷമവും പ്രയാസവും ഇല്ലാത്തവരൊന്നും നമ്മുടെ കൂട്ടത്തിലില്ല. ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വേറൊരാൾക്ക് വേറെ പ്രശ്നം ഉണ്ടാവും. ഇതൊക്കെ അള്ളാഹിൻ്റെ ചില പരീക്ഷണങ്ങളാണ്, ചില തീരുമാനങ്ങളാണ്. നമ്മൾ എങ്ങനെ അതിന് പ്രതികരിക്കുന്നു എന്ന് നോക്കുകയാണ് അള്ളാഹു. ആ നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാം? അള്ളാഹുവിനോടുള്ള ദിക്റ് കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ടൊക്കെ ഇതിനെ മറികടന്ന് മനസ്സിന് സ്വസ്ഥത ഉണ്ടാക്കി മാറ്റാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾക്ക് അള്ളാഹ് തന്നതിൽ തൃപ്തിപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യാം? ജീവിച്ചാൽ മതി എന്നുള്ളതാണ്. ആരെയും ബോധ്യപ്പെടുത്താനുള്ള ജീവിതങ്ങൾ, ആരെയും തൃപ്തിപ്പെടുത്താനുള്ള ജീവിതങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി ഏച്ചുകെട്ടി ഒപ്പിച്ചു നിർത്താനുള്ള ജീവിതങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യും? തടസ്സം വരും. നമ്മളൊരു വീടുണ്ടാക്കുകയാണ്, വീടുണ്ടാക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വീട് വേണ്ടത് നമ്മൾ തീരുമാനിച്ചാൽ മതി. ബാക്കിയുള്ളവൻ്റെ വർത്തമാനം കേട്ട് നമ്മൾ വീടുണ്ടാക്കാൻ നിന്നാലോ അത് ചിലപ്പോൾ മുട്ടിച്ചാൽ മുട്ടൂല, ചിലപ്പോൾ കടബാധ്യതകളിൽ പെടും, ചിലപ്പോൾ ആളുകൾക്ക് പോയി ലോൺ എടുക്കേണ്ടി വരും. അഭിപ്രായം ഒരുപാട് ആൾക്കാർ പറയാനുണ്ടാവും, പക്ഷെ അതൊക്കെ പേറാൻ ആരും ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. ഞാനൊരു ഉദാഹരണം സൂചിപ്പിച്ചു എന്നാണ്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ ചില സമീപനങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾക്ക് അള്ളാഹ് തന്നതിൽ തൃപ്തിപ്പെട്ട് നമ്മുടെ ഉള്ളതിൽ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നമുക്ക് പറ്റിയ രൂപത്തിൽ നമ്മൾ ചെയ്യാം. കൂടുതൽ ഹൈറിന് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മൂന്നാമത്തതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, വഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനൻ. അഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനൻ. നിന്റെ അയൽവാസികളോട് നീ നല്ല നിലയ്ക്ക് പെരുമാറുക, അപ്പോൾ നിനക്ക് മുഅ്മിനായി മാറാന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാന്റെ പൂർത്തീകരണത്തിന് നമ്മൾ നല്ലൊരു മുഅ്മിനാകണമെങ്കിൽ നമ്മുടെ അയൽവാസികൾ നമുക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് വളരെ പ്രധാനമാണെന്ന് സൂചിപ്പിച്ചത്. നിന്റെ അയൽപക്കത്ത് ആളുകളോട് നീ നല്ല പെരുമാറുക, അവരോട് സലാം പറയുക, അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിറവേറ്റി കൊടുക്കുക, അവരോട് സഹകരിക്കുക, അവരെ സഹായിക്കുക, അവരെ നന്നായി സ്നേഹിക്കുക, അവരെ ഉപദ്രവിക്കാതിരിക്കുക, അവരെ ചീത്ത പറയാതിരിക്കുക, അവരുടെ അഭിമാനത്തിന് പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക. എന്തെങ്കിലും പ്രയാസങ്ങൾ അവരുടെ അടുത്ത് നമ്മൾ കണ്ടാലോ ആ ന്യൂനതകൾ നമ്മൾ മറച്ചു വെക്കുക, അല്ലാതെ ഒളിഞ്ഞും തെളിഞ്ഞും